കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പകുതി വരെ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗത്തോട്ട് പോവാം. അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഇനി ആ ചാപ്റ്ററിലെന്ന് പറയുന്നത് കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് 3 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന 2-3 കാര്യങ്ങളേ ഉള്ളൂ. എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു 2-3 കാര്യങ്ങളാണ് നമുക്കുള്ളത്. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കും. അതിലാദ്യം നമുക്ക് പഠിക്കേണ്ടതാണ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ്. എന്താണ് ഇടതുപക്ഷം, എന്താണ് വലതുപക്ഷം? ഇല്ലേ, ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, ഇപ്പോൾ കേട്ടിട്ടില്ലേ നിങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ, അല്ലെങ്കിൽ വലതുപക്ഷം എന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ എന്താണ് ഇടതുപക്ഷം, എന്താണ് വലതുപക്ഷം? അതായത് on the basis of the policies followed by a party or group for social transformation, we can classify the groups or parties into two. They are right and left. അതായത് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അവലംബിക്കുന്ന അല്ലെങ്കിൽ അനുവർത്തിക്കുന്ന നയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ ഗവൺമെൻറ്റുകളെയൊക്കെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതിനെയാണ് നമ്മൾ ഒന്നിനെ ഇടതുപക്ഷം എന്ന് പറയും, മറ്റൊന്നിനെ വലതുപക്ഷം എന്ന് പറയും. അപ്പോൾ ആദ്യം എന്താണ്, അതായത് ഗവൺമെൻറ് പോളിസികളെ ബേസ് ചെയ്താണ് നമ്മൾ ഇടതുപക്ഷമെന്നും വലതുപക്ഷമെന്നും പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. The left stands for the downtrodden people or the poor people in the society. അതായത് സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ജനങ്ങളുടെ പുരോഗതിയിലൂടെ സാമൂഹ്യ പുരോഗതി ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ് നമ്മൾ ഇടതുപക്ഷം എന്ന് പറയുന്നത്. കാര്യം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും പുവർ പീപ്പിൾ, അതായത് സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന ഡൗൺ ട്രോഡൻ പീപ്പിൾ, അതായത് അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ജനങ്ങളുടെ പുരോഗതിയിലൂടെ സാമൂഹ്യ പുരോഗതി, അവരുടെ പുരോഗതിയാണ് ഏറ്റവും പ്രധാനം. The left gave more importance to the poor people. ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ പുരോഗതിയിലൂടെ സമൂഹത്തിൻ്റെ പുരോഗതി ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. അതാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. ഇടതുപക്ഷം നമുക്കറിയാം, ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരാണ് അധികാരത്തിരിക്കുന്നത് കേരളത്തിലല്ലേ. അപ്പോൾ അവരുടെ നയങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാം, സമൂഹത്തിൽ അടിത്തട്ടി കിടക്കുന്നവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഇല്ലേ. നമുക്കറിയാം, ക്ഷേമ പെൻഷനുകൾ കൊടുക്കുക, അതേപോലെ തന്നെ കൃഷിക്കാർക്ക് കൂടുതൽ സഹായങ്ങൾ നൽകുക, അതേപോലെ തന്നെ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷം കൂടുതൽ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അവരെ നമ്മളെന്തെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാമൂഹ്യ പുരോഗതി, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ എന്തെന്ന് പറയും, ലെഫ്റ്റ് എന്ന് പറയും. ഇനി അതേസമയം റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലതുപക്ഷം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനിലൂടെയും അതേപോലെ തന്നെ മാർക്കറ്റ് എക്കണോമിയിലൂടെയും സാമൂഹ്യ പുരോഗതി ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഗ്രൂപ്പുകളാണ്. മാർക്കറ്റ് എക്കണോമി, അതായത് കമ്പോള സമ്പദ് വ്യവസ്ഥയിലൂടെയും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മുതലാളിത്ത ചായ്വുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പുരോഗതി ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന മത്സരത്തിലൂടെയും അല്ലെങ്കിൽ കമ്പോള വ്യവസ്ഥയിലൂടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തിലൂടെയും ഒക്കെ തന്നെ സമൂഹത്തിൻ്റെ പുരോഗതി ഉണ്ടാക്കുവാൻ, ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഗ്രൂപ്പിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ എന്തെന്ന് പറയും? റൈറ്റ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ സാമൂഹ്യ മാറ്റം കൊണ്ടുവരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യസ്തങ്ങളായ നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ വലതുപക്ഷമെന്നും ഇടതുപക്ഷമെന്നും രണ്ടായി തിരിക്കുവാൻ പറ്റുന്നത്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും
സമൂഹത്തിലെ അടിത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിലനിൽക്കുന്നു. അതേസമയം റൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, മാർക്കറ്റ് എക്കണോമിയിലൂടെയും കമ്പോള സമ്പദ് വ്യവസ്ഥയിലൂടെയും ഒക്കെ തന്നെ പുരോഗതി കൈവരിക്കുവാൻ, സമൂഹത്തിൻ്റെ പുരോഗതി ആ രീതിയിലൂടെ സമൂഹ പുരോഗതി ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. ഇതാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഓക്കെ, അടുത്ത ഭാഗത്തോട്ട് പോവാം. ഇതൊരു 3 മാർക്കോ 2 മാർക്കോ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കേണ്ടത്, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് നമുക്കറിയാം. പ്രധാനമായിട്ടും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് പ്രധാനമായിട്ടും 3 രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. ആ സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ചാണ് നിങ്ങളിത് എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. അതിലാദ്യത്തെ സമ്പദ് വ്യവസ്ഥ നമുക്കറിയാം, ക്യാപിറ്റലിസം, മുതലാളിത്തം. രണ്ടാമത്തത് സോഷ്യലിസം. മൂന്നാമത്തത് മിക്സഡ് എക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എപ്പോഴും പ്രാധാന്യം എന്ന് പറയുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കായിരിക്കും. അതായത് സ്വകാര്യ വസ്തുവിനും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും, പ്രൈവറ്റ് ഓണർഷിപ്പിനും, പ്രൈവറ്റ് എൻ്റർപ്രൈസസിനും പ്രൈവറ്റ് ഇൻഡസ്ട്രീസിനും ഒക്കെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അപ്പോൾ നമുക്ക് ഉദാഹരണം എടുക്കുക. ഇപ്പോൾ യു എസ് എ ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആണ് മൊത്തം, എല്ലാ മേഖലയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാം പ്രൈവറ്റ് മേഖലയ്ക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ് എല്ലാം. അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് നമ്മൾ പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ ഏതാണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സോഷ്യലിസം ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. പൊതു മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ പൊതു ഉടമസ്ഥാവകാശം, അതായത് ഉൽപാദന ഉപാധികളുടെ പൊതു ഉടമസ്ഥാവകാശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഉൽപാദന ഉപാധികളുടെ എല്ലാം, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ ഗവൺമെൻറ് ഓണർഷിപ്പാണ്, എല്ലാം ഗവൺമെൻറ് ഓണർഷിപ്പായിരിക്കും. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ് എല്ലാം ഗവൺമെൻറ് ഓണർഷിപ്പിലായിരിക്കും. അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം USSR നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഈ 2 സമ്പദ് വ്യവസ്ഥയായിരുന്നു പ്രബലമായിട്ടുണ്ടായിരുന്നത് രണ്ടാം ലോക മഹായുദ്ധം വരെ. അതിനുശേഷം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, സ്വാതന്ത്ര്യം കിട്ടിയ കോളനി രാജ്യങ്ങൾ, ഒരുപാട് കോളനി രാജ്യങ്ങൾക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ രാജ്യങ്ങളിൽ പലരും സ്വീകരിച്ച ഒരു സമ്പദ് വ്യവസ്ഥയാണ്, അതായത് ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല വശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് എക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. വി ക്യാൻ സീ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം ഇൻ മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമിയിൽ നമുക്ക് മുതലാളിത്തത്തിൻ്റെയും അതേപോലെ തന്നെ സോഷ്യലിസത്തിൻ്റെയും നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ കാണുവാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ ഇന്ത്യ ഒരു ഉദാഹരണമാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഇന്ത്യ. കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിവിടെ ഗവൺമെൻറ് ഓണർഷിപ്പും ഉണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പും ഉണ്ട് ഇൻഡസ്ട്രീസിന്, ഇല്ലേ? നമ്മൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഗവൺമെൻറ് ഓണർഷിപ്പും ഗവൺമെൻറ് കമ്പനികളും കാണും, സ്വകാര്യ പൊതുമേഖലയിലും കാണും, അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലും കാണും വ്യവസായങ്ങൾ. അപ്പോൾ സാമ്പത്തിക രംഗം 2 കൂട്ടർക്കും, അതായത് സ്വകാര്യ മേഖലയിലും പങ്കാളിത്തം കാണും, അതേപോലെ തന്നെ ഗവൺമെൻറ്റും പങ്കാളിത്തം കാണും. അങ്ങനെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മളെന്ന് പറയുന്നത് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. മിക്സഡ് എക്കണോമി. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ, 1-2 മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ. കാര്യം ഇത് എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, പ്രധാനമായിട്ടും 3 സമ്പദ് വ്യവസ്ഥകളാണ് ഉള്ളത്: ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കണോമി. ക്യാപിറ്റലിസത്തിൽ നമുക്കറിയാം എപ്പോഴും ക്യാപിറ്റലിസം പ്രാധാന്യം കൊടുക്കുന്നത് സ്വകാര്യ മേഖലയ്ക്കാണ്. സോഷ്യലിസം പ്രാധാന്യം കൊടുക്കുന്നത് പബ്ലിക് ഓണർഷിപ്പാണ്.
അല്ലെങ്കിൽ ഗവൺമെൻറ്റിനാണ്, ഗവൺമെൻറ് ഓണർഷിപ്പാണ്. മൂന്നാമത്തെ മിക്സഡ് എക്കണോമി. ഇത് രണ്ടിൻ്റെയും ഫീച്ചറുണ്ട്. സ്വകാര്യ മേഖലയും കാണും, പൊതുമേഖലയും ഒരുമിച്ച് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയാണ് മിക്സഡ് എക്കണോമിയിൽ നമുക്ക് കാണുവാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ ഭാഗം. ഇനി അടുത്തത് മൂന്നാമത്തത്, ഇത് ഒരു മാർക്കിനെ ചോദിക്കത്തുള്ളൂ. ബോംബെ പ്ലാൻ ഓഫ് 1944. അതായത് 1944 നമ്മുടെ രാജ്യത്തെ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു ബോംബെ പ്ലാൻ. ഈ പദ്ധതിയിൽ വ്യവസായികൾ ആവശ്യപ്പെട്ടത് ഗവൺമെൻറ് വലിയ വ്യവസായങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് പൊതുമേഖലയിൽ ആരംഭിക്കണം എന്ന നിർദ്ദേശമാണ് ഇതിനകത്തുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ, വേറൊന്നുമില്ല. 1944 ബോംബെ പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടത്. ഇറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ സം ഫേമസ് ഇൻഡസ്ട്രിയലിസ്റ്റ്സ് ഇൻ ഇന്ത്യ. ആൻഡ് ഇത് അവർ ആവശ്യപ്പെട്ട എന്താണ്, ഗവൺമെൻറ് ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് പൊതുമേഖലയിലായിരിക്കണം, വലിയ വ്യവസായങ്ങളെല്ലാം തന്നെ പൊതുമേഖലയിൽ ആരംഭിക്കണം എന്നാണ് ഈ ബോംബെ പ്ലാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പ്രപ്പോസൽ. ഓക്കെ, അത്രയും വിളിച്ച് ചോദിക്കത്തുള്ളൂ ബോംബെ പ്ലാൻ 1944. ഓക്കെ, ഇനി അടുത്ത വേറൊരു കാര്യം, ഇതും കൂടെ ആകുമ്പോൾ ആ ചാപ്റ്റർ ഏകദേശം തീരും. വൈറ്റ് റെവല്യൂഷനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് പഠിച്ചു, അറിയാലേ, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ. അടുത്തത് വൈറ്റ് റെവല്യൂഷനെ കുറിച്ചാണ്. വൈറ്റ് റെവല്യൂഷൻ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ധവള വിപ്ലവം എന്ന് പറയും. ധവള വിപ്ലവം, വൈറ്റ് റെവല്യൂഷൻ. അതായത് വൈറ്റ് റെവല്യൂഷൻ റിഫേഴ്സ് ടു മിൽക്ക് പ്രൊഡക്ഷൻ. രാജ്യത്ത് പാലുൽപാദന മേഖലയിൽ ഉണ്ടായ മുന്നേറ്റത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് വൈറ്റ് റെവല്യൂഷൻ എന്ന പദം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത് പാലുൽപാദനത്തെ സൂചിപ്പിക്കുന്നതാണ്. മിൽക്ക് പ്രൊഡക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വൈറ്റ് റെവല്യൂഷൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ആദ്യകാലഘട്ടത്തിൽ നമുക്ക് രാജ്യത്ത് പാലുൽപാദനം നമ്മൾ വളരെ പിറകിലായിരുന്നു. എന്നാൽ ഗുജറാത്തിൽ മലയാളിയായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വർഗീസ് കുര്യൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ കേട്ട് കാണും, അമൂൽ എന്ന് പറയുന്ന ഒരു പാൽ ഉൽപാദക സഹകരണ സംഘം രൂപീകരിക്കപ്പെടുന്നു ഗുജറാത്തിൽ. നമുക്കറിയാം, ഇന്ന് അമൂൽ പാൽപ്പൊടിയുണ്ട്, ഇല്ലേ? പാലും പാലുൽപ്പന്നങ്ങളും ലോകത്താകമാനം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അമൂൽ. ഈ അമൂൽ എന്ന് പറയുന്ന കമ്പനി ഗുജറാത്തിലെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അമൂൽ ആനന്ദ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അമൂൽ. ഇതിൻ്റെ തലപ്പത്ത് വന്ന ആളാണ് വർഗീസ് കുര്യൻ. ഈ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലാകമാനം പാൽ സൊസൈറ്റികൾ രൂപീകരിക്കുകയും അതേപോലെ തന്നെ കർഷകർക്ക് പാലുൽപാദനത്തിന് വേണ്ടതായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഹെൽപ്പ് നൽകുകയും അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ പാലുൽപാദനം രാജ്യത്ത് വൻ രീതിയിൽ വർദ്ധിക്കും. പ്രത്യേകിച്ച് ഗുജറാത്തിൽ വൻ രീതിയിൽ വർദ്ധിക്കുകയും ആ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയുടെ ഒരു അടിസ്ഥാനപരമായിട്ട് പാലുൽപാദനം മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വർഗീസ് കുര്യൻ വാസ് കോൾഡ് ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ. ഹി വാസ് കോൾഡ് ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നാണ് ആരെ അറിയപ്പെടുന്നത്? വർഗീസ് കുര്യനെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നാണ്. പരീക്ഷയിൽ ഒരു മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്, ഹു വാസ് ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ? ആരാണ്? വർഗീസ് കുര്യൻ. വൈറ്റ് റെവല്യൂഷൻ റിഫേഴ്സ് ടു മിൽക്ക് പ്രൊഡക്ഷൻ. വൈറ്റ് റെവല്യൂഷൻ റിഫേഴ്സ് ടു മിൽക്ക് പ്രൊഡക്ഷൻ. ഇതിനെ തുടർന്ന് 1970 കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് ഗവൺമെൻറ്, ദ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ ഫ്ലഡ് ഇൻ 1970. രാജ്യത്ത് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ഷീര കർഷകരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഒട്ടനവധി പോളിസികൾ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ വാസ് ദ ലാർജസ്റ്റ്
മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് വർഗീസ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അമൂൽ എന്ന് പറയുന്ന ആ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പാലുൽപാദനത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളാണ് രാജ്യത്തിൻ്റെ പാലുൽപാദനത്തിന് നിർണായകമായുള്ള ഒരു ലോകത്ത് ഇന്ത്യ പാലുൽപാദനത്തിൽ 1ാം സ്ഥാനം നേടിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് വർഗീസ് കുര്യൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് മിൽക്ക് പ്രൊഡക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഗ്രാമീണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ റൂറൽ പീപ്പിളിന് അവർക്ക് ഒരു ഇൻകം, ഒരു വരുമാന മാർഗമായി മാറുന്നു. വൈറ്റ് റവല്യൂഷൻ ഒരുപാട് വരുമാന മാർഗം ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനമായി, പ്രത്യേകിച്ച് ഗുജറാത്തിലെ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇടതുപക്ഷം, വലതുപക്ഷം, 3 രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥകൾ, ബോംബെ പ്ലാൻ, വൈറ്റ് റവല്യൂഷൻ. അപ്പോൾ നമ്മൾ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ്. എങ്ങനെ പോയാലും ഒരു 20 മാർക്കെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. കാര്യം പ്രധാനമായിട്ടും നമുക്കിതിൽ പഠിക്കേണ്ടത് 3 essays ആണ് പഠിക്കാനുള്ളത്. 3 essaysഉം ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനാണ് പഠിക്കാനുള്ളത്. ഈ എസ്സേകളിൽ മിക്കവാറും ചോദിക്കുന്ന എസ്സേകളാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എസ്സേകളാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്. ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്, ഇന്ത്യയുടെ വൈദേശിക ബന്ധങ്ങൾ. ഇന്ത്യയുടെ വൈദേശിക ബന്ധങ്ങൾ, നമ്മളുടെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനാണ്. എപ്പോഴും എസ്ഐക്ക് പരീക്ഷയ്ക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും ചോദിക്കുന്ന എസ്ഐ ആണിത്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാര്യം നമുക്കറിയാം ഈ പാകിസ്ഥാനായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇങ്ങനെ ആയത്, അല്ലേ? നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു രാജ്യമാണ് ഡിവൈഡ് ചെയ്ത്, അല്ലേ? ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റാണ് 2 രാജ്യങ്ങളായി മാറിയത്, ഇന്ത്യയും പാകിസ്ഥാനും. ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതുവരെ എങ്ങനെയായിരുന്നു, എന്താണ് ഈ ശത്രുതയുടെ അടിസ്ഥാന കാരണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ എസ്സേയിൽ പഠിക്കുന്നത്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ. നമുക്കറിയാം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വാസ് നോട്ട് എ കോർഡിയൽ വൺ, നോട്ട് എ ഫ്രണ്ട്ലി വൺ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും എങ്ങനെയുള്ളതല്ല, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നല്ല, അല്ലെങ്കിൽ ഒരു കോർഡിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നല്ല ഒരു റിലേഷൻഷിപ്പ് അല്ല. തുടക്കം മുതലേ ഉണ്ടായിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ റിലേഷൻ ഇങ്ങനെ ആവാനുള്ള കാരണം? ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദിസ് സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് ഈസ് ദ കാശ്മീർ ഇഷ്യൂ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സ്ട്രെയിൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാശ്മീർ ഇഷ്യൂ ആണ്, കാശ്മീർ പ്രശ്നമാണ്, അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് കാശ്മീർ പ്രശ്നം. കാര്യം എന്താണ് കാശ്മീർ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ടു ഇന്ത്യ കാശ്മീർ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ, ബട്ട് ടു പാകിസ്ഥാൻ ഇറ്റ് വാസ് എ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി. ഇന്ത്യയെ സംബന്ധിച്ച് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് കാശ്മീർ എന്ന് പറയുന്നത് ഒരു തർക്ക പ്രദേശമാണ്. അവരൊരിക്കലും കാശ്മീരിനെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഇതൊരു തർക്ക പ്രദേശമാണ്. ഇത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ആണോ എന്ന് അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത ഒരു തർക്ക പ്രദേശമായിട്ട് മാത്രമാണ് പാകിസ്ഥാൻ കാശ്മീരിനെ കാണുന്നത്. ഇതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ദ മെയിൻ റീസൺ ബിഹൈൻഡ് ഇന്ത്യ പാക് റിലേഷൻ വാസ് ദ കാശ്മീർ ഇഷ്യൂ. ടു ഇന്ത്യ കാശ്മീർ വാസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ, ബട്ട് ടു പാകിസ്ഥാൻ ഇറ്റ് വാസ് എ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി. തർക്കപ്രദേശമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. ഒരിക്കലും ഇത് ഇന്ത്യയുടെ ഭാഗമായിട്ട് അവർ അംഗീകരിച്ചിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? ഓക്കെ,
അപ്പോൾ in 1947 a proxy war broke out between India and Pakistan over Kashmir. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ, ആ വിഭജന പ്രക്രിയ പഠിച്ചതാണ്. ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുന്നു അല്ലേ. 14 അർദ്ധരാത്രി 2 രാജ്യങ്ങൾ രൂപം കൊള്ളുന്നു, ഇന്ത്യയും പാകിസ്ഥാനും. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ, വിഭജനം നടന്ന ഉടൻ തന്നെ എന്ത് ചെയ്യുന്നറിയാമോ, in 1947 പാകിസ്ഥാൻ അറ്റാക്ക്ഡ് കാശ്മീർ. പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കണ്ട് ചരിത്രത്തിലോട്ട് പോകാം. അതായത് നമുക്കറിയാം, നമ്മൾ നാട്ടുരാജ്യങ്ങളുടെ ഇൻ്റഗ്രേഷനെ കുറിച്ചൊക്കെ പഠിച്ചു ഇല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്, കാശ്മീർ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു, ഒരു നാട്ടുരാജ്യമായിരുന്നു, സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്നു. ഈ നാട്ടുരാജ്യം ഭരിച്ചിരുന്നത് ഹരിസിംഗ് ആയിരുന്നു. ഹരിസിംഗ് രാജാവിൻ്റെ കീഴിലുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു കാശ്മീർ. കാശ്മീർ വാസ് റൂൾഡ് ബൈ ദ കിങ് കാൾഡ് ഹരിസിംഗ്. പക്ഷേ കാശ്മീരിലെ പോപ്പുലേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കാശ്മീരി പണ്ഡിറ്റ്സും ഉണ്ട്, അതായത് ഹിന്ദു ബ്രാഹ്മിൻസ് പണ്ഡിറ്റ്സും അവരും ഉണ്ട്. അതേപോലെ തന്നെ മുസ്ലിം പോപ്പുലേഷൻ, നല്ലൊരു ജനങ്ങളും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിരുന്നു. ജനസംഖ്യയിൽ ഒരു നല്ലൊരു വിഭാഗം. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് ഹരിസിംഗ് രാജാവിൻ്റെ കീഴിലുള്ള കാശ്മീർ പാകിസ്ഥാനിൽ ചേരേണ്ട കാര്യം, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാശ്മീർ പാകിസ്ഥാനിലാണ് ചേരേണ്ടത് എന്ന് പാകിസ്ഥാനി നേതാക്കൾ ഡിമാൻഡ് ചെയ്യുന്നു. എന്നാൽ ഹരിസിംഗ് രാജാവ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹരിസിംഗ് രാജാവ് ഒരിക്കലും ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരാൻ നിൽക്കാതെ ഹി വാണ്ട് ടു റിമെയിൻ ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്രമായിട്ട് നിലനിൽക്കുവാനാണ് അദ്ദേഹം ആരംഭിച്ചത്. സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യമായിട്ട്, കാശ്മീർ എന്ന സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഹരിസിംഗ്. ഈ തീരുമാനം 1947 പോലും തീരുമാനമെടുത്തിരുന്നില്ല ഇന്ത്യൻ യൂണിയനിൽ ചേരണോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരണോ. കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ അവരുടെ ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേർക്കാം. അതിനുള്ള അധികാരം കൊടുത്തിരുന്നത് ആർക്കാണ്? നാട്ടുരാജ്യങ്ങൾക്കാണ്. അതേപോലെ തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് നിലനിൽക്കുവാനുള്ള അധികാരവും കൊടുത്തിരുന്നു. നാട്ടുരാജാക്കന്മാർക്കാണ് അതിനുള്ള അധികാരം കൊടുത്തിരുന്നത്, ജനങ്ങൾക്കല്ല. അപ്പോൾ ഹരിസിംഗ് രാജാവ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുന്നില്ല, കാശ്മീർ എന്ന് പറയുന്നത് സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കും. എന്നാൽ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ എന്ത് ചെയ്തു, പാകിസ്ഥാൻ ആർമി അറ്റാക്ക്ഡ് കാശ്മീർ. പാകിസ്ഥാൻ സൈന്യം കാശ്മീരിനെ ആക്രമിക്കുന്നു. അവിടെയുള്ള കുറച്ച് ട്രൈബൽ പീപ്പിളിൻ്റെ സപ്പോർട്ടോടുകൂടി, കുറച്ച് ഗോത്ര വർഗ്ഗക്കാരുടെ സപ്പോർട്ടോടുകൂടി പാകിസ്ഥാൻ സൈന്യം കാശ്മീരിനെ ആക്രമിക്കുന്നു. കാശ്മീരിലോട്ട് നുഴഞ്ഞു കയറുന്നു, ആക്രമണം നടത്തുന്നു. ഉടൻ തന്നെ ഹരിസിംഗ് രാജാവ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങനെ ഇന്ത്യൻ ആർമി അവിടെ ചെല്ലുകയും ഇതിനെ തുടർന്ന് ഒരു പരോക്ഷ യുദ്ധം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് ഈ ഭാഗത്ത്. പക്ഷേ ഇതിനിടയിൽ ഇതിനെ തുടർന്ന് ഉടൻ തന്നെ ഹരിസിംഗ് രാജാവ് എന്ത് ചെയ്യും? ഹരിസിംഗ് രാജാവ് ട്രീറ്റി ഓഫ് അക്സഷൻ ഒപ്പുവയ്ക്കും. കാശ്മീരിനെ മൊത്തം ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കും. പക്ഷേ ഇന്ത്യൻ സൈന്യം അവിടെ ചെല്ലുകയും ഈ കാശ്മീരിൻ്റെ ഇത്രയും ഭാഗം പാകിസ്ഥാൻ കടന്നു കയറുകയും ഇത്രയും ഭാഗം അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ യുദ്ധം UN ഇൻ്റർവെൻഷനോടുകൂടി അവസാനിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന ഇടപെടുകയും ഈ യുദ്ധം അവസാനിപ്പിക്കും. കാര്യം സ്വാതന്ത്ര്യം കിട്ടിയുള്ള ഇരു രാജ്യങ്ങളും സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ യുദ്ധത്തിലോട്ടാണ് പോകുന്നത്. ഇതിനെ തുടർന്ന് UN ഇൻ്റർവെൻഷനോടുകൂടി ദ വാർ കെയിം ടു ആൻ എൻഡ്. പക്ഷേ ഇത്രയും കുറച്ച് പ്രദേശം കാശ്മീരിൻ്റെ കുറച്ച് ഭാഗം പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലാവുന്നു ഈ ആക്രമണത്തിലൂടെ. ഈ പ്രദേശത്തെ പറയുന്ന പേരാണ്
പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അല്ലെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ എന്നാണ് പറയുന്നത്. പാക് അധിനിവേശ കാശ്മീർ, അതായത് കാശ്മീരിൻ്റെ പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രദേശം, കാശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുകയാണ്. ആ പ്രദേശത്തെ പറയുന്ന പേരാണ് പാക് അധിനിവേശ കാശ്മീർ. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയും, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ. അപ്പോൾ ഇതേ സംബന്ധിച്ച് പാകിസ്ഥാൻ പറയുന്നത് എന്താണ്? കാശ്മീർ വാസ് എ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി. ഈ കാശ്മീർ മൊത്തവും ആരുടേതാണ്? പാകിസ്ഥാനിൽ വരേണ്ട പ്രദേശമാണ്. കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി രൂപീകൃതമായ ഒരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാശ്മീരിലെ ജനങ്ങളിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് കാശ്മീരിനെ മൊത്തം പാകിസ്ഥാനിൽ ചേർക്കേണ്ടതാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ അവകാശപ്പെട്ടതെന്നാണ് ഇവർ വാദിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഹരിസിംഗ് രാജാവ് ട്രീറ്റി ഓഫ് ആക്സഷൻ പ്രകാരം കാശ്മീരിനെ മൊത്തവും ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കാശ്മീർ എന്ന് പറയുന്ന നാട്ടുരാജ്യം മൊത്തം ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ ഈ UN ഇൻ്റർവെൻഷനോടുകൂടി നമുക്ക് ഇത്രയും പ്രദേശങ്ങൾ എന്ത് ചെയ്തു? കാര്യം കാശ്മീർ അന്ന് ഈ പ്രശ്നം കൈകാര്യം ചെയ്തതെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്, സർദാർ വല്ലഭായ് പട്ടേൽ അല്ല. അതിനെ തുടർന്നാണ് ഈ ഇത്രയും പ്രദേശം ഇന്ത്യക്ക് നഷ്ടമാവുകയും ഇതിനെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത്, പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാശ്മീരിന് വേണ്ടിയുള്ള ആദ്യത്തെ യുദ്ധം, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് 1947 ഇതൊരു പ്രഖ്യാപിത യുദ്ധമല്ല, മറിച്ചൊരു പ്രോക്സി വാർ ആയിരുന്നു. UN ഇൻ്റർവെൻഷനോടുകൂടി വിത്ത് UN ഇൻ്റർവെൻഷൻ ദ വാർ കെയിം ടു അൻ എൻഡ്. UN പറഞ്ഞത് തൽസ്ഥിതി തുടരാനാണ് പറഞ്ഞത്. നഷ്ടപ്പെട്ട പ്രദേശങ്ങളെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. തൽസ്ഥിതി തുടരുക, സമാധാനപരമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുക ഈ ഇഷ്യൂ എന്നാണ് പറഞ്ഞത്. എന്തു തന്നെയായാലും ഈ ഒരു ആക്രമണത്തിന് ശേഷം കുറച്ചു കാലം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ലതായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദിയിൽ ജലം പങ്കിടുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. സിന്ധു നദിയിൽ ജലം പങ്കിടുന്നതിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കം പരിഹരിക്കുന്നത് 1960 In 1960 Indus River Water Treaty was signed between Jawaharlal Nehru and Military General Ayub Khan. 1960 സിന്ധു നദി സംബന്ധിച്ചുള്ള സിന്ധു നദീജല കരാർ ഒപ്പിടുന്നു. 1960 ആരൊക്കെ തമ്മിലാണ് ഒപ്പിടുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ ജനറലായിരുന്ന അയ്യൂബ് ഖാനും തമ്മിൽ. കാര്യം പാകിസ്ഥാൻ ഇന്ത്യയെ പോലെയല്ല. ഇന്ത്യക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ നമുക്ക് ജനാധിപത്യ സംവിധാനം അതൊന്നും തുടരുന്നു. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. പാകിസ്ഥാനിൽ ജനാധിപത്യവും സൈനിക അട്ടിമറിയും സൈനിക മേധാവിത്വവും ഇടകലർന്നാണ് വരുന്നത്. പലപ്പോഴും സൈന്യത്തിൻ്റെ അധികാരത്തിന് കീഴിലായിരുന്നു പാകിസ്ഥാൻ. അപ്പോൾ അന്ന് 1960 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ ജനറലായിരുന്ന അയ്യൂബ് ഖാൻ തമ്മിൽ ഒപ്പുവെച്ചതാണ് ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റി, സിന്ധു നദീജല കരാർ. അപ്പോൾ ഇതൊരു സമാധാന കാലഘട്ടമാണ് 1960. സമാധാനപരമായിട്ടുള്ള കാലഘട്ടം. 47 പ്രോക്സി വാറിന് ശേഷം ഉണ്ടായ സമാധാനപരമായിട്ട് കാലഘട്ടമായിരുന്നു. കുറേ നാൾ 1960-65 വരെ സമാധാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ പല മേഖലകളിലും സഹകരിച്ചു. എന്നാൽ in 1965 പാകിസ്ഥാൻ എഗെയിൻ അറ്റാക്ക്ഡ് ഇന്ത്യ. 1965 പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ ആക്രമിക്കുന്നു. പാകിസ്ഥാൻ അറ്റാക്ക്ഡ് റാൻ ഓഫ് കച്ച്. ഇന്ത്യയുടെ റാൻ ഓഫ് കച്ച് എന്ന പ്രദേശത്തെ പാകിസ്ഥാൻ ആക്രമിക്കുന്നു. അതോടൊപ്പം തന്നെ കാശ്മീരിലും ആക്രമണം തുടരുകയാണ് ചെയ്യുന്നത്. ഈ യുദ്ധം വളരെ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. ഇന്ത്യയും ശക്തമായിട്ട് തന്നെ റിറ്റാലിയേറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? ഇരു കൂട്ടർക്കും കനത്ത നാശനഷ്ടമുണ്ടായ ഒരു യുദ്ധമായിരുന്നു 1965 ഇന്ത്യ പാക് വാർ. ഈ യുദ്ധത്തിൽ അവസാനം ദ വാർ കെയിം ടു ആൻ എൻഡ് വിത്ത് താഷ്കന്റ് എഗ്രിമെന്റ്. 1966 താഷ്കന്റ് എഗ്രിമെൻറ്റോട് കൂടിയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത്. അവസാനിപ്പിക്കാൻ കാരണമെന്ന് പറയുന്നത് ഇന്ത്യയാണ് യുദ്ധത്തിൽ വിജയിക്കുന്നത്. കാര്യം ഇന്ത്യൻ ആർമി മൂവ്ഡ് അപ് ടു ലാഹോർ. ഇന്ത്യൻ സൈന്യം ലാഹോർ വരെ കയറി ചെല്ലും. അവരുടെ പ്രധാനപ്പെട്ട സിറ്റി ആയിരുന്നു ലാഹോർ. ആ ലാഹോർ വരെ ഇന്ത്യൻ സൈന്യം കയറി ചെല്ലും. അവസാനം യുദ്ധത്തിൽ പാകിസ്ഥാൻ തോൽവി സമ്മതിക്കുന്നു. അതിൻ്റെ പ്രകാരം 1966 താഷ്കന്റ് എഗ്രിമെൻറ്റ്
ഒപ്പുവെച്ച്. അതായത് ലാൽ ബഹദൂർ ശാസ്ത്രിയും ജനറലായിരുന്ന അയ്യൂബ് ഖാൻ തമ്മിലാണ് താഷ്കന്റ് എഗ്രിമെൻ്റ് ഒപ്പുവെക്കുന്നത്. താഷ്കന്റ് എഗ്രിമെൻ്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ലാൽ ബഹദൂർ ശാസ്ത്രി ആൻഡ് ജനറൽ അയ്യൂബ് ഖാൻ ഇൻ 1966. 1966 താഷ്കന്റ് എഗ്രിമെൻ്റ് ഒപ്പുവെക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയും ജനറൽ അയ്യൂബ് ഖാനും തമ്മിൽ. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇന്ത്യ വിജയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ വിജയിച്ചുവെങ്കിലും ഇന്ത്യക്കും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. നമ്മുടെ ഒരുപാട് സൈനികർ, ആയിരക്കണക്കിന് സൈനികർ കൊല ചെയ്യപ്പെട്ടു ഈ യുദ്ധത്തിൽ. ഒരു പൂർണ്ണ ഫുൾ ഗ്രൗണ്ട് വാറായിരുന്നു 1965 യുദ്ധം. 66 ഒരു വർഷമേ യുദ്ധം നീണ്ടുന്നുള്ളൂ. കാര്യം ഇരു രാജ്യങ്ങളും ഒരു യുദ്ധം നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത രാജ്യമാണ്. വർഷങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇന്ത്യക്കും ഇല്ല, അതേപോലെ തന്നെ പാകിസ്ഥാനും ഇല്ല. ഓക്കെ, അപ്പോൾ താഷ്കന്റ് എഗ്രിമെൻറ്റോട് കൂടി എന്ത് ചെയ്യുന്നു, യുദ്ധം അവസാനിക്കുന്നു. താഷ്കന്റ് എഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ലാൽ ബഹദൂർ ശാസ്ത്രി ആൻഡ് ജനറൽ അയ്യൂബ് ഖാൻ. വീണ്ടും കുറച്ച് നാൾ വീണ്ടും സമാധാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു വീണ്ടും. എന്നാൽ ഇൻ 1971 എഗെയിൻ പാകിസ്ഥാൻ അറ്റാക്ക്ഡ് ഇന്ത്യ. 1971 വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നു. 1971 ഓവർ ബംഗ്ലാദേശ് ഇഷ്യൂ. ബംഗ്ലാദേശ് പ്രശ്നത്തിൻ്റെ പേരിൽ പാകിസ്ഥാൻ ഇന്ത്യയെ വീണ്ടും ആക്രമിക്കുന്നു 1971. അപ്പോൾ നമ്മൾ എന്താണ് ബംഗ്ലാദേശ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കണം. അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് 2 പ്രദേശങ്ങളാണ് അല്ലേ, ജോഗ്രഫിക്കലായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത അല്ലേ 2 പ്രദേശങ്ങൾ. ഒന്ന് വെസ്റ്റ് പാകിസ്ഥാനും മറ്റൊന്ന് ഈസ്റ്റ് പാകിസ്ഥാനും. ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശാണ് ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലേ. അപ്പോൾ 1971 ഈ ബംഗ്ലാദേശിൽ, പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിലെന്ന് പറയുന്നത് ഈ വെസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങൾ ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങളെ എപ്പോഴും ഒരു 2ാം കിട പൗരന്മാരായിട്ടാണ് കണ്ടിരുന്നത്. തുടക്കം മുതലേ അങ്ങനെയല്ല, സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതലേ അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? ദേ വർ ട്രീറ്റഡ് ആസ് സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ്. ഒരു 2ാം തരം പൗരന്മാരായിട്ടാണ് ഇന്നത്തെ ബംഗ്ലാദേശിലെ അല്ലെങ്കിൽ ഇന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളെ കണ്ടിരുന്നത്. പലപ്പോഴും ഇവരുടെ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇടങ്ങളായിട്ട് മാത്രമാണ് കിഴക്കൻ പാകിസ്ഥാനെ കണ്ടിരുന്നത്. ഫാക്ടറികളും തൊഴിൽ സാധ്യതകളും ഒക്കെ തന്നെ എല്ലാം വെസ്റ്റ് പാകിസ്ഥാനിലാണ്. അപ്പോൾ ആ ഒരു വിവേചനത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ 47 സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതലേ ആ ഒരു വേർതിരിവ് ഇവർ കിഴക്കൻ പാകിസ്ഥാനിനോട് കാണിച്ചിരുന്നു. അതിനെ തുടർന്ന് ബംഗ്ലാദേശിലെ ജനങ്ങൾ സംഘടിക്കുകയും അവർ പാകിസ്ഥാനിൽ നിന്നും മോചനം ആവശ്യപ്പെടുകയും ചെയ്തു. ആ ഒരു ബംഗ്ലാദേശി സ്വാതന്ത്ര്യ സമരത്തിനെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഷേഖ് മുജീബുൾ റഹ്മാൻ. അപ്പോൾ ഷേഖ് മുജീബുൾ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ സംഘടിക്കുകയും ദേ വാണ്ട് ഫ്രീഡം ഫ്രം പാകിസ്ഥാൻ, അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, അവർക്ക് പ്രത്യേക രാജ്യമാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. പാകിസ്ഥാൻ tried to suppress these agitations with iron hands. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ഈ ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. എന്തു തന്നെയാലും അവിടെ ഒരു എലക്ഷൻ നടക്കുന്നു. പക്ഷേ ഈ എലക്ഷൻ്റെ വിധിയെ അംഗീകരിക്കുവാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ നേതാക്കന്മാർ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയും ആൻഡ് the West Pakistan, they tried to suppress the agitation in East Pakistan. ഇതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് 80 ലക്ഷത്തോളം റെഫ്യൂജീസ് കയറി. ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്ത് ഇന്ത്യയിലോട്ട് 80 ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. 80 ലക്ഷത്തോളം ബംഗ്ലാദേശി അഭയാർത്ഥികൾ അതിർത്തി ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇത് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഇന്ത്യ ഉടനടി ഈ അഭയാർത്ഥികളെ തിരികെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പ്രശ്നം ഉടനടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പിന്നിൽ, അതായത് അവർ ആരോപിച്ചതാണ് ഇന്ത്യയാണ് ഈ ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകുന്നത് ഇന്ത്യയാണ്
എന്ന് ആരോപിച്ചുകൊണ്ടാണ് 1971 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത്. ബംഗ്ലാദേശി സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യ മോറൽ സപ്പോർട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് അവർക്ക് മിലിറ്ററി സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത്. മനസ്സിലായല്ലോ? പല സ്ഥലങ്ങളിലായിട്ടാണ്, പഞ്ചാബിലും കാശ്മീരിലും രാജസ്ഥാനിലും ഒരേ സമയം പാകിസ്ഥാൻ എയർ സ്ട്രൈക്സ് നടത്തി. ഇതിനെ തുടർന്ന് ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചടിക്കുകയും ഈ അവസരത്തിൽ അമേരിക്ക, ചൈന ഇവരുമായിട്ട് പാകിസ്ഥാൻ സൈനിക ഉടമ്പടി ഒപ്പുവയ്ക്കുകയും, അല്ലേ, US ചൈന പാകിസ്ഥാൻ അലയൻസ്. കാര്യം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് ചൈനയും US-ഉമാണ് ഈ യുദ്ധത്തിൽ. ഉടൻ തന്നെ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ മെയ്ഡ് 20-year treaty of peace and friendship with Russia. India signed 20-year treaty of peace and friendship with Russia. റഷ്യയുമായിട്ട് ഒരു 20 വർഷ കരാർ, സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു 20 വർഷ കരാർ ഇന്ത്യ റഷ്യയുമായി ഒപ്പിടുന്നു. അപ്പോൾ ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യയും നമ്മെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തത്, നമുക്ക് സൈനിക സഹായം നൽകിയത്, ഇന്ത്യ റിസീവ്ഡ് മിലിറ്ററി ഹെൽപ്പ് ഫ്രം റഷ്യ ഇൻ ദിസ് വാർ. 1971 യുദ്ധത്തിൽ അവസാനം അറ്റ് ലാസ്റ്റ് ഇന്ത്യൻ ആർമി മൂവ്ഡ് അപ്പ് ടു ഡാക്ക. കിഴക്കൻ പാകിസ്ഥാന്റെ തലസ്ഥാനമായിരുന്ന ഡാക്ക വരെ ഇന്ത്യൻ സൈന്യം കയറി ചെല്ലും. ആയിരക്കണക്കിന് പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയുടെ മുന്നിൽ കീഴടങ്ങും. ഇതിനെ തുടർന്ന് ദ വാർ കെയിം ടു ആൻ എൻഡ് വിത്ത് ദ സിംല എഗ്രിമെന്റ് ഓഫ് 1972. 1972 സിംല എഗ്രിമെന്റോടുകൂടി യുദ്ധം അവസാനിക്കുന്നു. ദ സിംല എഗ്രിമെന്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ സുൽഫിക്കർ അലി ഭൂട്ടോ ആൻഡ് ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് സിംല എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റ് പ്രകാരം യുദ്ധം അവസാനിക്കുകയും കിഴക്കൻ പാകിസ്ഥാൻ പുതിയ ഒരു രാജ്യമായിട്ട്, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ പുതിയ ഒരു രാജ്യമായിട്ട് ബംഗ്ലാദേശ് ലോകത്ത് ഉയർന്നു വരികയും ചെയ്യുന്നു. അവർ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി, യുദ്ധത്തോടുകൂടി സ്വാതന്ത്ര്യം നേടി അവർ സ്വതന്ത്ര രാജ്യമായി, ബംഗ്ലാദേശ് എന്ന രാജ്യമായി അവർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. അപ്പോൾ 1971 യുദ്ധം 1972 അവസാനിക്കുന്നു. സിംല എഗ്രിമെന്റ് പ്രകാരമാണ് യുദ്ധം അവസാനിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ഇഷ്യൂ ആണ്. ഓക്കെ, വീണ്ടും കുറേ കാലം വീണ്ടും സമാധാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. വീണ്ടും കുറേ കാലം സമാധാനത്തെ കാലഘട്ടം ആയിരുന്നു. എന്തായാലും 1999 എഗെയിൻ പാകിസ്ഥാൻ അറ്റാക്ക്ഡ് കാർഗിൽ സെക്ടർ ഇൻ കാശ്മീരിലെ കാർഗിൽ ഏരിയയിൽ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തുന്നു. ആക്രമണമല്ല, അത് ഇൻഫിൽട്രേഷൻ എന്നാണ് പറയുന്നത്. ഇൻഫിൽട്രേഷൻ, നുഴഞ്ഞുകയറ്റമാണ്. പാകിസ്ഥാൻ ആർമിയും അതേപോലെ തന്നെ മുജാഹിദീൻസ്, അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പ്സുകൾ, തീവ്രവാദ സംഘടനകൾ. കാര്യം ഈ പാക് അധിനിവേശ കാശ്മീരിൽ എന്താണ്, ഇവർ അന്ന് മുതൽ തന്നെ ഈ പാക് അധിനിവേശ കാശ്മീർ ബോർഡർ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ മൊത്തം തീവ്രവാദ ക്യാമ്പുകളാണ്. അവരുടെ ചാരസംഘടനയുണ്ട്. പാകിസ്ഥാൻ്റെ ചാരസംഘടനയുടെ പേരാണ് ISI, ഇന്റർ സർവീസ് ഇൻ്റലിജൻസ്. ഈ ISI അല്ലെങ്കിൽ ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന ചാരസംഘടന ഈ അതിർത്തിയിലുടനീളം തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളെ അവർക്ക് ട്രെയിനിങ്ങും അവർക്ക് സാമ്പത്തിക സഹായവും ഒക്കെ കൊടുത്ത് എന്താണ് സൈനികരോടൊപ്പം തന്നെ അവർ കാശ്മീരിലേക്ക് അവരെ കടത്തിവിട്ട് കാശ്മീരിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മുതലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 1999 കാർഗിൽ ഏരിയയിൽ ഇവർ നുഴഞ്ഞു കയറുന്നു. ഇത് ഇറ്റ് ലെഡ് ടു എ വാർ കാൾഡ് കാർഗിൽ വാർ. ഇത് ഒരു യുദ്ധത്തിലോട്ട് നയിച്ചു. ഈ യുദ്ധത്തിൻ്റെ പേരാണ് കാർഗിൽ കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്, കാർഗിൽ കോൺഫ്ലിക്റ്റ് എന്നറിയപ്പെടുന്നത്. അവസാനം ദ വാർ കെയിം ടു ആൻ എൻഡ് വിത്ത് കാർഗിൽ എഗ്രിമെൻറ്റ്. ഈ യുദ്ധം അവസാനിക്കുന്നത് കാർഗിൽ എഗ്രിമെൻറ്റോടുകൂടി ഈ യുദ്ധം അവസാനിക്കുന്നു. കാർഗിൽ സെക്ടറിലെ നുഴഞ്ഞു കയറ്റം തിരിച്ച് ഇന്ത്യൻ ആർമി 2-3 മാസം മാത്രമേ യുദ്ധം നടന്നുള്ളൂ. നമ്മൾ നഷ്ടപ്പെട്ട പ്രദേശം ഇന്ത്യൻ ആർമി തിരിച്ച് പിടിക്കുന്നു.
മനസ്സിലായി. അതോടുകൂടി ഈ യുദ്ധം അവസാനിക്കുന്നത്. കാർഗിൽ കോൺഫ്രണ്ടേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതിന് ശേഷവും എന്താണ് ഇപ്പോൾ വരെയും എന്താണ് പാകിസ്ഥാൻ പല രീതിയിൽ ഇന്ത്യയിൽ വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ നേതൃത്വം നൽകുന്നു, പ്രത്യേകിച്ച് ഈ കാശ്മീരിൽ. മനസ്സിലായില്ലേ? ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് കാശ്മീരിലെ പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞത് ഇല്ലേ? കേന്ദ്ര ഗവൺമെൻറ് കാശ്മീരിനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു. ഓക്കെ, അപ്പോൾ എന്തു തന്നെയായാലും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാശ്മീരിൻ്റെ അവസ്ഥ, കാശ്മീരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് സ്ട്രെയിൻഡ് ആയത് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും.